പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുകയാണ്. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ മരണം തൊട്ടടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് കണ്ടു. നമ്മൾ 16-ാം ഭാഗം വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന ഭാഗം 16-ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. കാരണം ലോകം ഓരോ ദിവസം അടുക്കും തോറും സഫാനിയയുടെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്. കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു എന്നൊരു വചനമുണ്ട്. കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു. അപ്പോൾ കർത്താവായ ദൈവം, സർവശക്തനായ ദൈവം മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യാൻ കഴിയുന്ന വിധം മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങൾ വിവിധങ്ങളായ മരണങ്ങൾ, വിവിധങ്ങളായ പ്രശ്നങ്ങൾ, വിവിധങ്ങളായ അസ്വസ്ഥതകൾ ലോകത്ത്, രാജ്യങ്ങളിൽ, സഭയിൽ, കുടുംബത്തിൽ, വ്യക്തിജീവിതത്തിൽ എല്ലാം ഉണ്ടാകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് നമ്മൾ ലോകം ഇത്രമാത്രം ഭയാശങ്കകളുടെ ഒരു കൊറോണ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് ഭയമാകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ്? അതിന് പിന്നിൽ മരണമാണുള്ളത്, അല്ലെങ്കിൽ അതിന് മുമ്പിൽ മറ്റ് ചില ചൂഷണങ്ങളുണ്ടാവാം. എങ്ങനെയൊക്കെ ആയാലും നമുക്ക് ദോഷവും വേദനയും അസ്വസ്ഥയും തരുന്ന ഇത്തരം സംവിധാനങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ, ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. കച്ചവട സാധനങ്ങൾ ഇവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കച്ചവട സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. അവിടെ നമുക്കറിയാം, വെറുതെ ഒരു രീതിയിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവയാണ് കച്ചവട സാധനങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതൊന്ന് സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുകൾ. അത്രയും ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് കാണും. അപ്പോൾ സ്വർണം എന്ന് പറയുമ്പോൾ തന്നെ സ്വർണത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വർണ്ണ ഖനികൾ ഉണ്ടാവണം, അതിന് പ്രോസസ്സിങ് യൂണിറ്റുകൾ ഉണ്ടാവണം. സ്വർണം ധനമാണ്, പണമാണ്. പിന്നെ സ്വർണം ഒരു വിവാഹ വസ്തുവാണ്. വിവാഹത്തിൻ്റെ മൂല്യം കൂട്ടുന്നതും അതിന് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നതും അതിൻ്റെ വില നിശ്ചയിക്കുന്നതും വധൂവരന്മാരുടെ ശക്തി തെളിയിക്കുന്നതും അവരുടെ ഊർജത്തെ കാണിക്കുന്നതും അവരുടെ ധനത്തെ കാണിക്കുന്നതെല്ലാം സ്വർണത്തിൻ്റെ വലിപ്പവും അതിൻ്റെ പിന്നാമ്പുറത്ത് വരുന്ന പണത്തിൻ്റെ കൊഴുപ്പും അനുസരിച്ചാണ്. അപ്പോൾ സ്വർണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ധനം അപ്രത്യക്ഷമാകും, മറ്റൊന്ന് വിവാഹം അപ്രത്യക്ഷമാകും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കളിക്കുന്നത്. കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ വാങ്ങുന്നില്ലെങ്കിൽ ഈ സാധനം ഉൽപ്പാദനം നിന്നു പോകും. ഉൽപ്പാദനം നിന്നാൽ അതിൻ്റെ ക്രയവിക്രയം ഉണ്ടാവുകയില്ല. ആ ക്രയവിക്രയം ഇല്ലെങ്കിലോ ഈ സാധനങ്ങൾ പിന്നീട് ആരും വാങ്ങാത്ത അവസ്ഥ വരും. അപ്പോൾ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടും. മറ്റൊന്ന് വിവാഹം നഷ്ടപ്പെടും, വിവാഹമില്ലാത്ത സാഹചര്യം വരും. മറ്റൊന്ന് ധനം, സ്വർണത്തെ സംബന്ധിക്കുന്ന ധനം, അത് പണമായിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, ജോലികളായിക്കോട്ടെ, കറൻസികളായിക്കോട്ടെ, നാണയങ്ങളായിക്കോട്ടെ, സാമ്പത്തിക സ്രോതസ്സുകൾ ഏതുമായിക്കോട്ടെ, അതെല്ലാം ഇല്ലാതെയാകുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. സ്വർണമെന്ന് കേൾക്കുമ്പോൾ ആ വസ്തുവിനെ മാത്രമല്ല നമ്മൾ അർത്ഥമാക്കേണ്ടത്, ആ വസ്തുവിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ പശ്ചാത്തലത്തെയും നമ്മൾ കാണണം. അങ്ങനെ അതിൻ്റെ ഒരു വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൽ ദൈവം അർത്ഥമാക്കി വെക്കുന്ന അർത്ഥങ്ങളുടെ വ്യാപ്തിയും ആഴവും നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് ഇതെല്ലാം ഇല്ലാതെയായാൽ ലോകത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ സ്വർണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കിട്ടും. മറ്റൊന്നാണ് വെള്ളിയും ഇതുപോലെ തന്നെയാണ്. വെള്ളിക്ക് മറ്റു ചില അർത്ഥതലങ്ങളുണ്ട്. സ്വർണം ഉപയോഗിച്ച് ഒരിക്കലും വാഹനങ്ങൾ നിർമ്മിക്കാറില്ല. എന്നാൽ സ്റ്റീൽ അഥവാ ഇരുമ്പ്, അതിൻ്റെ വെള്ളി, ഇപ്പോൾ നമുക്കറിയാം അലുമിനിയം എന്ന വസ്തുവിന് ഭാരം കുറവാണ്. അതുപയോഗിച്ചാണ് റോക്കറ്റുകളും വിമാനങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ അതിന് കാരണം എന്തുകൊണ്ടാണ്? വെള്ളിക്ക് കുറച്ചുകൂടെ ഭാരം കുറവാണ്. വെള്ളി എന്ന് പറയുമ്പോൾ വെള്ളിയോടനുബന്ധിച്ച് വരുന്ന അലുമിനിയം പോലത്തെ സാധനങ്ങൾ, അതിനോടനുബന്ധിച്ച് വരുന്ന കുറച്ചുകൂടെ ഭാരം കുറഞ്ഞ വെള്ളി പോലത്തെ സാധനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചാണ് വാഹന നിർമ്മാണ യൂണിറ്റുകൾ. അപ്പോൾ വെള്ളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വാഹനങ്ങളെയും അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ, വാഹനങ്ങൾ ആരും വാങ്ങാതെ വരുന്നു, വാഹനങ്ങളുടെ കച്ചവടം നിന്നു പോകുന്നു, അല്ലെങ്കിൽ ആ മാർക്കറ്റ് അപ്രത്യക്ഷമാവുന്നു. മറ്റൊന്ന് തന്നെ രത്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് രത്നങ്ങൾ. രത്നവും മുത്തുകളും ഇത് രണ്ടും കൂടി വരുന്നതാണ് വജ്രങ്ങൾ, ഡയമണ്ട്സ്. സ്വർണ്ണ വ്യാപാരത്തിനോട് ചേർന്ന് തന്നെ ഡയമണ്ട്സ് കച്ചവടം ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ആ വ്യവസായം, അതിൻ്റെ അലങ്കൃതമായ എല്ലാ അവസ്ഥയും, അതിൻ്റെ മൂല്യങ്ങൾ, അതിൻ്റെ സ്രോതസ്സുകൾ,
അതായത് രത്നങ്ങളും മുത്തുകൾക്കും എന്താണ് നിറങ്ങളാണുള്ളത്, നിറങ്ങൾ, ഷൈനിങ്, അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ തിളക്കത്തോടനുബന്ധിച്ച് വരുന്ന സമൂഹത്തിൻ്റെ, ഇപ്പോൾ സ്വർണ്ണഖനികളും അല്ലെങ്കിൽ രത്നങ്ങളും മുത്തുകളൊക്കെ ഉള്ള രാഷ്ട്രങ്ങൾക്ക് അതിൻ്റേതായ സാമ്പത്തിക വരുമാനം ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ തിളക്കങ്ങൾ, അതിൻ്റേതായ ശക്തികൾ, അതിൻ്റേതായ പ്രദർശന വസ്തുക്കൾ, അതിൻ്റേതായ ധനവ്യാപാര വ്യയ സംവിധാനങ്ങൾ, മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എല്ലാം ഉണ്ടാവും. അതെല്ലാം വാങ്ങാതെയാകുന്നവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ അതെല്ലാം നിന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നാണ് അർത്ഥം. പിന്നെയുള്ളതാണ് മൃദുല വസ്ത്രങ്ങൾ. മൃദുല വസ്ത്രം, ധൂമർ വസ്ത്രം, രക്താംബരം, പട്ട്. പ്രിയപ്പെട്ടവരെ, ഈ മൃദുല വസ്ത്രം എന്നതുകൊണ്ട് ദൈവം എന്താണ് അർത്ഥമാകുന്നത്? ഇന്ന് നമുക്കറിയാം, വിവാഹത്തെ എടുത്തു കഴിഞ്ഞാൽ ഈ മൃദുലമായ വസ്ത്രങ്ങൾ കാണാം. ഏറ്റവും കൂടുതൽ മൃദുലമായ മയമുള്ള അതിൻ്റെ അർത്ഥം ഇതാണ്: മനുഷ്യ ശരീരത്തെ എങ്ങനെയൊക്കെ അതിൻ്റേതായ രീതിയിൽ കാണാവുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിലും ശാരീരികമായ അളവുകളെയും അതിൻ്റെ ആകൃതിയിലെയും ഒക്കെ കാണാവുന്ന രീതിയിലുള്ള മൃദുലമായ വസ്ത്രങ്ങൾ. അതായത് മനുഷ്യ ശരീരത്തിൻ്റെ യശസ് വർദ്ധിപ്പിക്കുന്ന, സൗന്ദര്യത്തെ എടുത്തു കാണിക്കുന്ന വസ്ത്ര സംവിധാനങ്ങളുള്ള വസ്ത്രം, അതിന് മൃദുല വസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ധൂമർ വസ്ത്രം പറയുന്നത് വിവാഹ വസ്ത്രങ്ങൾ. അതോടനുബന്ധിച്ച് ചില ആശയങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ കോൺഗ്രസ്സുകാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെല്ലാം വെള്ളയാണ്, വെള്ള വസ്ത്രങ്ങൾ. ഇപ്പം മുസ്ലിംസ് ഉപയോഗിക്കുന്നു, അവരും ധാരാളം പുരുഷന്മാരെല്ലാം വെള്ള വസ്ത്രം ധരിക്കുന്നതാണ്. അപ്പോൾ അവർ ആശയത്തിൻ്റെ പിന്നിലും ധൂമർ വസ്ത്രങ്ങൾ അഥവാ വെള്ള വസ്ത്രങ്ങളുണ്ട്. ചില രാഷ്ട്രീയ ആശയങ്ങളുടെ പുറത്തും ചില മതപരമായ ആശയങ്ങളുടെ പുറത്തുമെല്ലാം ഈ ധൂമർ വസ്ത്രം, വെള്ള വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ള ആശയങ്ങൾ നിന്നുപോകും, അല്ലെങ്കിൽ ആ വെള്ള വസ്ത്രത്തിൻ്റെ സംവിധാനങ്ങൾ നിന്നുപോകും എന്ന് കർത്താവ് പറയുന്നു. അടുത്താണ് രക്താംബരം. രക്താംബരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ അവരുടെ പതാകകൾ, അവരുടെ പ്രകടനങ്ങൾ, അവരുടെ സമ്മേളനങ്ങളെല്ലാം ചുമപ്പ് കളറോടുകൂടിയ കൊടികൾ, വസ്ത്രങ്ങളെല്ലാം നമുക്ക് കാണാം. ചില ആശയങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഹൈന്ദവ മതത്തെ സംബന്ധിക്കുകയാണെങ്കിലും കാവി വസ്ത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക മഞ്ഞ കളറൊക്കെ ഹൈന്ദവ സമുദായത്തോട് ചേർന്ന് വരുന്ന ആശയങ്ങൾ, കാര്യങ്ങൾ, അതിൻ്റെ വസ്ത്ര സംവിധാനങ്ങൾ, യൂണിഫോമുകൾ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ രക്താംബരം എന്ന് പറയുന്നത് ചില ആശയങ്ങളുടെ വസ്ത്ര സംവിധാനങ്ങൾ, അത് ഇല്ലാതെയാകും. മൃദുല വസ്ത്രങ്ങൾ വിവാഹത്തോടനുബന്ധിച്ചതും പ്രദർശന വസ്തുവായ മനുഷ്യ ശരീരത്തിൻ്റെ യശസ് കാണിക്കുന്ന വസ്ത്രങ്ങൾ ഇല്ലാതെയാകും. ധൂമ്രവസ്ത്രം, രക്താംബരം എന്താണെന്ന് ഞാൻ പറഞ്ഞു, ധൂമ്രവസ്ത്രം ഞാൻ പറഞ്ഞു. പിന്നെയുള്ള പട്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില മരണസമയത്ത് പട്ട് കൊണ്ട് ശരീരത്തിലിടുന്നതായിട്ട് നമുക്ക് കാണാം. പട്ട് സാരികൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതും പട്ട് സാരികളും വിവാഹത്തോടനുബന്ധിച്ച് വരുന്നതാണ്. അതായത് ഈ യശസ് അഥവാ സൗന്ദര്യം അഥവാ ആഡംബരം കാണിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉള്ള വസ്ത്ര സംവിധാനം, ആ വസ്ത്രമാണ് പട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം, ഈ സംഭവങ്ങളെല്ലാം ഇല്ലാതെയാവുന്നു. ആ രീതിയിലുള്ള കച്ചവടങ്ങളെല്ലാം ആരും വാങ്ങുന്നില്ല, അല്ല അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം നിന്നു പോകുന്ന അവസ്ഥ വരുന്നു. മറ്റൊന്നാണ് സുഗന്ധമുള്ള പലതരം തടികൾ. നമുക്കറിയാം, ചന്ദനത്തടികൾ, തേക്ക് തടികൾ, ചില കറുത്ത ഇനത്തിൽ വരുന്ന മരങ്ങൾക്കൊക്കെ ചില മണങ്ങളൊക്കെ ഉണ്ട്, സുഗന്ധമുണ്ട്. ചന്ദന മരങ്ങൾ, ചില ഇനം മരങ്ങൾക്കൊക്കെ സുഗന്ധമുള്ള തടികളുണ്ട്. ആ തടികളുടെ വ്യവസായം, അതിൻ്റെ കൃഷികൾ, അതിൻ്റെ വ്യാപാരം, അത് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വലിയ കെട്ടിടങ്ങൾ, അതൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക്, അതൊന്നും വാങ്ങുന്നില്ല, വ്യാപാരം നടക്കുന്നില്ല. ദന്തനിർമ്മിതമായ വസ്തുക്കൾ, വിലയേറിയ തടി, അതുപോലെ തന്നെ ഈട്ടിത്തടി, നമുക്കറിയാം ഈട്ടിത്തടി, ചന്ദനത്തടിക്കൊക്കെ വിലയേറിയ തടികൾ വില കൂടുതലാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാതെ വരുന്നു. അതിന് ഉപയോഗിച്ച് വരുന്ന വസ്തുക്കളും, അതുപയോഗിച്ചുണ്ടാക്കുന്ന വീടുകളും, അതുപയോഗിക്കുന്നുണ്ടാകുന്ന കരകൗശല വസ്തുക്കൾ, ഫർണിച്ചർ സംവിധാനങ്ങൾ, അത് മാർക്കറ്റുകൾ ഇല്ലാതെ, അതും വിൽക്കൽ ഇല്ലാതെ വരുന്നു. മറ്റൊന്നാണ് തടി. മറ്റൊന്നാണ് പിച്ചള എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പിച്ചള എന്ന് പറഞ്ഞാൽ ഓട്, അല്ലെങ്കിൽ അതിൻ്റെ ഓട്ട് പാത്രങ്ങൾ, പിച്ചള പാത്രങ്ങൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പഴയ കാലങ്ങളിൽ ചെമ്പ് പാത്രങ്ങൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതെല്ലാം പിച്ചളയോട് ചേർന്ന് വരുന്നതാണ്. ഓട്ടുപകരണങ്ങൾ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള, അപ്പം പള്ളികളിൽ മണിയടിക്കുന്നു, ഓട്ട് പിച്ചള കൊണ്ടുള്ള മണിനാഥമാണ് നമ്മൾ കേൾക്കുന്നത്. ആ സംവിധാനങ്ങൾ ഇല്ലാതെ പോകും. പിന്നെ മറ്റൊന്ന്, പിച്ചളയ്ക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അത് വലിയ വിശാലമായൊരർത്ഥമാണ്. പിച്ചള എന്ന് പറയുമ്പോൾ, പിച്ചള എന്ന വസ്തുവിനൊരു പ്രത്യേകത ഉണ്ട്. അത് എത്ര കാലം കഴിഞ്ഞാലും തുരുമ്പെടുക്കുകയില്ല,
നശിച്ചു പോയില്ല. അതിനൊരു ക്ലാവ് പിടിക്കും. ഒരു ക്ലാവ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മങ്ങിയ കളർ പിടിക്കും, പക്ഷേ എൻ്റെ ഉള്ളു നല്ല സ്വർണ്ണം പോലെ ഇരിക്കും. ഈ ക്ലാവ് അങ്ങോട്ട് കഴുകി കളഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ വസ്തു നല്ല സ്വർണ്ണം പോലെ തിളക്കമുള്ളതാവും. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ പട്ടാളം എന്നൊരർത്ഥമുണ്ട്. പട്ടാളം, അത് അതിൻ്റെ കൂടുതൽ വിഷയങ്ങൾ ഏഷ്യാപ്രധാന പുസ്തകത്തിലുള്ളത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിന്ന് കിട്ടുക എന്താണ് പിച്ചള എന്നുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പിച്ചള എന്ന് പറയുന്നത് പട്ടാള സംവിധാനങ്ങൾ ഇനി വരും കാലങ്ങളിൽ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഒരു കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ ഈ വ്യാപാരങ്ങൾ നിന്നു പോകുന്ന കാലഘട്ടം വരുമ്പോൾ പട്ടാള സംവിധാനങ്ങൾ പുതിയതുണ്ടാക്കാൻ പറ്റാതെ വരും. അതായത് അതിൻ്റെ ചിലവുകൾ കൂടും, അല്ലെങ്കിൽ ആ സംവിധാനം ആളെ കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ പിച്ചള സംവിധാനം ഇല്ലാതെ വരുന്നു. മറ്റൊന്ന്, ഈ ഓടുകൊണ്ടുള്ള സംവിധാനങ്ങൾ എല്ലാം ഇല്ലാത്ത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനമില്ലാത്ത അവസ്ഥയിലേക്ക്, അത് വാങ്ങൽ വിൽക്കലില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. മറ്റൊന്നാണ് ഇരുമ്പ് ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഇരുമ്പ് സംവിധാനങ്ങൾ ഇല്ലാതെ വരുന്നു, അതിൻ്റെ ഖനനം ഇല്ലാതെ വരുന്നു, അതിൻ്റെ പ്രോസസ്സിങ് ഇല്ലാതെ വരുന്നു, അതിൻ്റെ വ്യാപാരങ്ങൾ ഇല്ലാതെ വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനം ഇല്ലാതെ വരുന്നു. കെട്ടിടങ്ങൾ അങ്ങനെ കെട്ടിടങ്ങൾ നിന്ന് പോകുന്ന അവസ്ഥ വരുന്നു. മറ്റൊന്നാണ് വെണ്ണക്കല്ല്. അതായത് നമുക്കറിയാം, നമ്മൾ മാർബിൾ ഇട്ടിട്ട് നമ്മുടെ പെരയൊക്കെ പണിത് കഴിഞ്ഞാൽ പെരയുടെ ഫ്ലോറിംഗ് സംവിധാനം, തറയൊക്കെ നമ്മൾ മാർബിൾ ഉപയോഗിക്കും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് മാർബിൾ സാധനങ്ങൾ വാങ്ങുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതെ വരുന്നു. അതിൻ്റെ കയറ്റിറക്കൽ കാര്യങ്ങൾ വരുന്നു. അത്രയും വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയൊരു തടി, പിച്ചള, ഇരുമ്പ്, വെണ്ണക്കല്ല്, അതൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. ഇനി വരുന്നതാണ് എന്താണ് കറുവപ്പട്ട. ഈ കറുവപ്പട്ട എന്ന് പറയുന്നത് സ്വയം സുഗന്ധ വസ്തുക്കളാണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് വേറെയും എടുത്തു പറയുന്നത്. കറുവപ്പട്ട വന്നു സുഗന്ധ വ്യഞ്ജനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ അതും പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കറുവപ്പട്ട എന്ന് പറയുന്നത് ഒരു സുഗന്ധ വസ്തുവാണ്. ഒപ്പം ഒരു മസാലക്കറി, ഭക്ഷണ സാധനത്തിലൂടെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഭക്ഷണ സംബന്ധമായ കാര്യങ്ങളിൽ ഉള്ള കുറവ്, അല്ലെങ്കിൽ ഈ വസ്തുക്കളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അതായത് ഹോട്ടൽ സംവിധാനങ്ങൾ, ഹോട്ടൽ സമുച്ചയങ്ങൾ, അതിനൊക്കെ കുറവ് വരുന്നു. അതിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ ബിസിനസ്സുകളെല്ലാം കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ വരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പറയാൻ നമുക്കറിയാം, നമ്മൾ മഞ്ഞൾ, കുരുമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ അതോട് ചേർന്ന് വരുന്ന പിന്നെ കച്ചോലം, ഇതെല്ലാം ഇതോട് ചേർന്ന് വരുന്നതാണ് ഈ സുഗന്ധവ്യഞ്ജനമായിട്ട്. വാനില, നമുക്കറിയാം, കുരുമുളക്, ഇതെല്ലാം സുഗന്ധവ്യഞ്ജനങ്ങളാണ്. ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പുതിയ ഉൽപ്പാദനം ഇല്ലാതെ വരുന്നു. അതിൻ്റെ കാരണം ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ എല്ലാം നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രങ്ങളും അതിൻ്റെ വിത്തുകളും അതിൻ്റെ കൃഷി രീതിയും സ്വന്തം രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് ലോകമെത്തി. അതിൻ്റെ സാങ്കേതിക വിദ്യ വർദ്ധിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ തുടങ്ങിയതുകൊണ്ട് അതിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സംവിധാനം ഇല്ലാതെ വരും, അല്ലെങ്കിൽ അതിൻ്റെ കയറ്റിറക്ക് ഇല്ലാതെ വരും. അങ്ങനെ വരുന്ന അവസ്ഥ വരും. സുഗന്ധവ്യഞ്ജനങ്ങൾ, കറുവപ്പട്ട, സുഗന്ധവ്യഞ്ജനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഈ സുഗന്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ കുരുമുളകിൻ്റെ അതിനകത്തുള്ള പ്രത്യേക എസൻസ് ഉപയോഗിച്ച് സുഗന്ധ പെർഫ്യൂമുകൾ ഉണ്ടാക്കുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ, പെർഫ്യൂംസുകൾ, അതിൻ്റെ ഉൽപ്പാദനം ഇല്ലാതെ വരുന്നു. ആ സംഭവങ്ങൾ ഇല്ലാതെ വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറികൾ ഇല്ലാതെ വരുന്നു. അങ്ങനെയുള്ള സംവിധാനങ്ങൾ, ആ രീതിയിലേക്ക് കച്ചവട സാധനങ്ങൾ നടക്കുന്നത്. അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. മറ്റൊന്നാണ് ഇനി വരുന്നതാണ് കുന്തുരുക്കം, മീറ, കുന്തുരുക്കം, വീഞ്ഞ്. അതൊരു 3 കൂട്ടം, അതൊരു പ്രത്യേക രീതിയിലുള്ള വസ്തുക്കളാണ്. എന്താണ് മീറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുന്തുരുക്കവും മീറയും സ്വർണവുമാണ് ഉണ്ണീശോ ജനിച്ചപ്പോൾ ജ്ഞാനികൾ കൊണ്ടുവന്ന് കാഴ്ചവെച്ചത്. മീറ എന്ന് പറയുന്നത് ശരീരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ച് പെർഫ്യൂമുകൾ, മുഖമൊക്കെ നല്ല റോസ് പെയിൻ്റ് അടിക്കുന്നു, പെർഫ്യൂം അടിക്കുന്നു, ക്രീമുകൾ ഉപയോഗിക്കുന്നു, സൗന്ദര്യ വസ്തുക്കൾ. അതായത് സൗന്ദര്യ വസ്തുക്കൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഈ മീറ എന്നതുകൊണ്ട് ഇവിടെ ദൈവം അർത്ഥമാക്കുന്നത്. മീറ എന്ന വസ്തുക്കളുണ്ട്. അതായത് അന്നത്തെ കാലത്ത് ഈ 2000 വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് ഇത് വെളിപാട് എഴുതുന്നത്. 2000 വർഷം മുമ്പാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മീറ എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന സുഗന്ധവ്യഞ്ജനം, അല്ലെങ്കിൽ മനുഷ്യ ശരീരം കേടാകാതെ മരിച്ചയാളെ അഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട്, രാസവസ്തുവായിട്ടും അത് ഉപയോഗിക്കുമായിരുന്നു. പിന്നീട് അത് സുഗന്ധവ്യഞ്ജന വസ്തുക്കളായിട്ട് മാറി. അപ്പം മനുഷ്യ ശരീരത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇല്ലാതെയാവുന്ന അവസ്ഥയിലേക്ക് വരും. അതാണ് മീറയുമായിട്ട് ബന്ധപ്പെട്ടത്. മറ്റൊന്ന് കുന്തുരുക്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് കുന്തുരുക്കം എവിടെയാണ് ഉപയോഗിക്കുക? ദേവാലയങ്ങളിലാണ് ഉപയോഗിക്കുക. ദേവാലയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുന്തുരുക്കം എങ്ങനെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലും ദേവാലയത്തിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കുന്തുരുക്കം, അതായത് ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളില്ലാതാകും, കുന്തുരുക്കം വാങ്ങാൻ കിട്ടാതെ വരും, കുന്തുരുക്കത്തിൻ്റെ ഉൽപ്പാദനം ഇല്ലാതെ വരും.
അങ്ങനെ ആ ഒരു സംവിധാനം ദേവാലയങ്ങൾ തന്നെ ഇല്ലാതെയാവുന്നു. അപ്പോൾ അതിനകത്ത് പ്രാർത്ഥന ഇല്ലാണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ കുന്തിരുക്കം ഇല്ലാതെയാവുന്നു. അല്ലെങ്കിൽ കുന്തിരുക്കത്തിൻ്റെ ആവശ്യകതയും ഇല്ലാതെയാവുന്നു. മറ്റൊന്ന് വീഞ്ഞ് രണ്ടർത്ഥമുണ്ട്. ഒന്ന് വിശുദ്ധ കുർബാന എന്ന അർത്ഥമുണ്ട്, മറ്റൊന്ന് വിവാഹമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ വിവാഹവും കുർബാനയും ഇല്ലാതെയാവുന്ന അവസ്ഥയിലേക്ക്, അതായത് അവളുടെ കച്ചവട സ്ഥാനം, ഇതെല്ലാം ഈ കച്ചവടത്തിൻ്റെ രീതിയിൽ കച്ചവട സാധനങ്ങളായിട്ട് വാങ്ങിക്കൊണ്ട് വന്നെങ്കിൽ, ഇപ്പോൾ കുന്തിരിക്കം വാങ്ങിക്കൊണ്ട് വന്നെങ്കിലല്ലേ ദേവാലയത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വാങ്ങാൻ കിട്ടുന്നില്ല, എൻ്റെ വ്യവസായം നടക്കുന്നില്ലെങ്കിൽ അതവിടെ നിന്ന് പോകും. അപ്പോൾ വീഞ്ഞ് എന്ന് പറഞ്ഞാൽ കുർബാന ഇല്ലാതെയാവുന്നു, വിവാഹമില്ലാതെയാവുന്നു. മറ്റൊന്ന് എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആരാധനയാണ് എണ്ണയെന്ന് അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, നമുക്ക് ഈ പെട്രോൾ ഡീസൽ അതൊരു എണ്ണയാണ്. പരിശുദ്ധമായ ദൃശ്യവസ്തു രൂപമാണ് എണ്ണ. പിന്നെ ഭക്ഷ്യവസ്തുവാണ് വെളിച്ചെണ്ണകൾ, പാം ഓയിലുകൾ, അങ്ങനെയുള്ളത്. അങ്ങനെ എണ്ണയുടെ ഗണത്തിൽ വരുന്ന എല്ലാ വസ്തുക്കളും ലോകത്തുനിന്ന് അപ്രത്യക്ഷമാകുന്ന അവസ്ഥ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഈ കച്ചവട സാധനങ്ങൾ ഇല്ലാതെയാവുന്ന കൂട്ടത്തിൽ ഇതെല്ലാം ഇല്ലാതെയാവും. മറ്റൊന്നാണ് നേരിയ മാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനെ ഓസ്തി എന്നാണ് പറയുന്നത്. ഓസ്തി ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കൊടുക്കുന്നു, അത് ദേവാലയത്തിൽ ആവശ്യം അനുസരിച്ച് വാങ്ങുന്നു, അത് വാങ്ങാൻ കിട്ടുന്ന കടകളിൽ വാങ്ങുന്നു. അപ്പോൾ നേരിയ മാവ് എന്ന് പറയുന്ന ഓസ്തി ഉപയോഗിച്ചുണ്ടാക്കുന്ന സംവിധാനം, അതാണ് പിന്നീട് വാഴ്ത്തി നമ്മൾ വിശുദ്ധ കുർബാനയായിട്ട് ഉപയോഗിക്കുമ്പോൾ യേശുവിൻ്റെ തിരുശരീരമായിട്ട് മാറുന്നത്. അപ്പോൾ അതിനർത്ഥം കുർബാന ഇല്ലാതെയാവുന്നു, കുർബാനയ്ക്ക് സംവിധാനങ്ങൾ ഒരുക്കുന്ന ഓസ്തി സംവിധാനങ്ങൾ ഇല്ലാതെയാവുന്നു, അതും കിട്ടാനില്ലാത്ത അവസ്ഥ വരുന്നു. നേരിയ മാവ്. മറ്റൊന്നാണ് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവസ്തു എന്നാണ്. ഭക്ഷ്യവസ്തു ഗോതമ്പ് ഉപയോഗിച്ചാണ്, നമുക്കറിയാം, ഗോതമ്പിൻ്റെ ആട്ട ഉപയോഗിച്ചാണ് ഈ ലോകത്തുണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം. എത്രയോ ഭക്ഷണ വസ്തുക്കൾ ഗോതമ്പിൻ്റെ ഉൽപ്പാദനം, ബിസ്ക്കറ്റ് സംവിധാനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ഓസ്തി ഉണ്ടാക്കുന്നത്, മനുഷ്യൻ്റെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നത്, വിവിധ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ഗോതമ്പ് അല്ലെങ്കിൽ അരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ സംവിധാനങ്ങൾ അതൊന്നും ആരും വാങ്ങാനില്ല, കിട്ടാനില്ല അവസ്ഥ വരുന്നു. മറ്റൊന്നാണ് കന്നുകാലികൾ. കാലാവസ്ഥ മോശമായിട്ട് അല്പം ചുമയെ കൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എന്തെങ്കിലും ക്ലാസ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം ക്ലാസ്സുകൾ ഒത്തിരി കിടക്കുവാണ്. കഴിയുന്നത്ര ക്ലാസ് എടുത്ത് തീർത്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ലോകം അതിൻ്റെ അന്ത്യ കാലഘട്ടത്തിലേക്ക് അടുത്തെടുത്ത് വരുമ്പോൾ ക്ലാസ്സുകളിൽ നിന്ന് പോകാനുള്ള സാധ്യതകൾ കൂടുതൽ വരും. ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം, മനുഷ്യൻ്റെ സംഘർഷാവസ്ഥ കൂടുതൽ വന്നേക്കാം, പിരിമുറുക്കങ്ങൾ കൂടുതൽ വന്നേക്കാം. അതുകൊണ്ട് അല്പസമാധാനമുള്ള ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ വചനം നിങ്ങൾ കേട്ടിരുന്നാൽ ഇതെല്ലാം മുന്നേ കാണുവാൻ വേണ്ടിയിട്ടാണ്. മുന്നേ കാണണം, നമ്മളൊരു 5 വർഷം മുന്നേ കാണണം, ഒരു 8 വർഷം മുന്നോട്ട് നോക്കി നമ്മൾ കാണണം. ഇതെല്ലാം ആ കാലഘട്ടങ്ങളിൽ ഇതെല്ലാം അപ്രത്യക്ഷമാകും, ഇതിൻ്റെ ബിസിനസ്സുകൾ ഇല്ലാതെയാകുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. മറ്റൊന്നാണ് കന്നുകാലികൾ. ഇവിടെ കന്നുകാലി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കന്നുകാലികൾ ഉണ്ടെങ്കിലേ പാലുൽപാദനം ഉണ്ടാകുകയുള്ളൂ. പാലൊരു വലിയ ഭക്ഷ്യവസ്തുവാണ്. അതിൽ നിന്ന് നെയ്യ് ഉൽപ്പാദിപ്പിക്കാം, മോരുൽപ്പാദിപ്പിക്കാം, പാലുപയോഗിച്ച് അത് കേക്കുകളുണ്ടാക്കാം, കേക്കുണ്ടാക്കാം, ഐസ്ക്രീമുകൾ ഉണ്ടാക്കാം. മറ്റൊന്നാണ് മത്സ്യമല്ല മാംസത്തോടനുബന്ധിച്ച് അതിൻ്റെ നെയ്യ് ഉൽപ്പാദനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങൾ, മാംസ മാർക്കറ്റുകൾ, ഇതെല്ലാം ഇതോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കന്നുകാലികൾ ഇല്ലാതെയാവുന്ന അവസ്ഥ വന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഇല്ലാതെയാവുന്ന അവസ്ഥയിലേക്ക് വരുന്നു. മറ്റൊന്നാണ് ആടുകളും ഈ പറഞ്ഞ പോലെ ഈ കന്നുകാലിയുടെ ഗണത്തിൽ തന്നെ വരുന്നതാണ്. ആടിനെ കൂടുതലും നമ്മൾ വളർത്തിയിട്ട് വിൽപ്പനയ്ക്കായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ആടുകൾ ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ ഇല്ലാതെയാവുന്നു, ആടുകൾ ഇല്ലാതെയാവുന്നു. ആടുകൾക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട്, കുഞ്ഞാടുകൾ. കർത്താവിൻ്റെ പൊന്നുമക്കളായ സഭയിലെ മക്കൾ കുഞ്ഞാടുകളാണ്. അപ്പോൾ ആടുകൾ ഇല്ലാതെയാവുന്ന സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ കുഞ്ഞാടുകൾക്ക് എണ്ണത്തിൽ കുറയുന്നു, അതിൻ്റെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള പോക്ക് കുറയുന്നു, വിദ്യാഭ്യാസ രംഗത്ത് ആടുകളെ കിട്ടാനില്ലാത്ത അവസ്ഥ വരുന്നു, കുഞ്ഞാടുകളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥ വരുന്നു, അതിൻ്റെ സംഭവങ്ങൾ അങ്ങനെ വരുന്നു. അങ്ങനെ ആ രണ്ടർത്ഥവും ആടിനെ സംബന്ധിച്ച് നമുക്കുണ്ട്. പിന്നെ കന്നുകാലികൾ എന്ന് പറയുമ്പോൾ മറ്റൊന്നുണ്ട്, വയലുകൾ എന്നൊരർത്ഥമുണ്ട്. കന്നുകാലികൾ, കാരണം കാള വയലിൻ്റെ പ്രതീക വസ്തുവാണ്. അപ്പോൾ കന്നുകാലികൾ എന്ന് പറയുന്നത് എന്താണ്? കന്നുകാലികൾ കൃഷി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൂടെ അർത്ഥപ്പെടുത്തിക്കൊണ്ടാണ് ഇത്. അപ്പോൾ കൃഷികൾ നിന്നു പോകും എന്നൊരർത്ഥം കൂടെ അതിനകത്തുണ്ട്. പിന്നെ കുതിരകൾ. എന്താണ് കുതിരകൾ? നമുക്കറിയാം, കുതിരകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യുദ്ധരംഗത്താണ്. യാത്ര പഴയ കാലങ്ങളിൽ, ഇന്നിപ്പോൾ വിമാനങ്ങളും കാറും ലോറിയും ബസ്സും ഒക്കെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ്, കുതിരകളുടെ ആവശ്യമില്ല. പക്ഷേ എന്നാൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്നത്, ഏത് വാഹനം ഉണ്ടാക്കിയാലും അതിൻ്റെ HP തീരുമാനിക്കുന്നത് കുതിരശക്തിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ബൈക്കായാലും ലോറി ആണെങ്കിലും അല്ലെങ്കിൽ വിമാനമായാലും
പിന്നെ ട്രെയിനുകളായാലും എല്ലാം 1000 കുതിരശക്തിയുള്ള ടാങ്കുകൾ, 10,000 കുതിരശക്തിയുള്ള റോക്കറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? കുതിരശക്തി. അപ്പോൾ കുതിരശക്തി ഇല്ലാത്തൊരു കാലഘട്ടം വരുന്നു. കുതിരശക്തി ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന യന്ത്രങ്ങൾ ഇല്ലാതെയാവുന്നു. മറ്റൊന്ന്, യുദ്ധങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന കുതിരകൾ ഇല്ലാതെയാവുന്നു. അതെല്ലാം മാർക്കറ്റുകളിൽ വരുന്നുകൊണ്ടിരുന്ന മാർക്കറ്റുകൾ അപ്രത്യക്ഷമാവുന്നു. അങ്ങനത്തെ ദിവസം. മറ്റൊന്നാണ് രഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രഥങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന കർത്താവ് ഏകദേശം 3000-4000 വർഷങ്ങൾക്ക് അപ്പുറത്ത് എഴുതിയ ഒരു വചനത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്, ഇന്ന് മനസ്സിലാക്കേണ്ടത്. രഥങ്ങളെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ രഥങ്ങളിലിരുത്തി, കുതിരവണ്ടികളിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ കുതിരകൾ സാവകാശം മുന്നോട്ട് പോകുന്നു, ഒരു നിശ്ചിത വേഗത്തിൽ പോകുന്നു. അപ്പോൾ രാജാക്കന്മാരെ വഹിച്ചുകൊണ്ട് പോകുന്ന രഥങ്ങളും പല്ലക്കുകളും അതിൻ്റെ എഴുന്നള്ളത്തുകളുമൊക്കെ ഉള്ള അർത്ഥത്തിലാണ് രഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ രഥങ്ങളുടെ മറ്റൊരു അർത്ഥങ്ങളാണ് ഭരണകൂടങ്ങൾ, രാജാക്കന്മാർ, ഗവൺമെൻറ്റുകൾ, ഇന്നത്തെ ഭാഷ ഗവൺമെൻറ്റുകൾ, അതാണ് രഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടം വരുമ്പോൾ രഥങ്ങളില്ലാതെയാകും എന്ന് പറഞ്ഞാൽ ഭരണകൂടങ്ങളില്ലാതെയാകും, ഗവൺമെൻറ്റുകളില്ലാതെയാകും, അല്ലെങ്കിൽ ഉള്ള ഗവൺമെൻറ്റുകൾക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ രഥങ്ങളില്ലാതെ വരും. രഥങ്ങളിൽ നമ്മൾ രാജഭരണമില്ലാതെ വരും, ഗവൺമെൻറ്റുകളില്ലാതെ വരാം. അങ്ങനെ പശ്ചാത്തലങ്ങളെയൊക്കെ മുന്നേ നമ്മൾ കാണുവാൻ സാധിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ അപ്രത്യക്ഷമാകുമ്പോൾ, അഥവാ അവരുടെ കച്ചവട സാധനങ്ങൾ ഇല്ലാതെയാകുമ്പോൾ, ആരും വാങ്ങാത്ത സാഹചര്യം വരുമ്പോൾ രഥങ്ങൾ ഇല്ലാതെയാവും. ഈ രഥങ്ങൾ ഇല്ലാതെയാകും എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമുക്ക് മറ്റൊരു കാര്യങ്ങൾ മനസ്സിലാക്കാം. ആശയങ്ങളുടെ ഇല്ലായ്മയും ഉണ്ട് അതിനകത്ത്. ഉദാഹരണം പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം നമ്മൾ ലോകത്ത് കുറേ രാഷ്ട്രങ്ങളിലേക്ക് വന്നു. ഇപ്പോൾ ചൈന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, റഷ്യ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, ഒരു കാലത്ത് പോളണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്, വിയറ്റ്നാം, പിന്നെ അങ്ങനെ ചില രാഷ്ട്രങ്ങൾ, പിന്നെ ഉത്തര കൊറിയ, അങ്ങനെ കുറേ രാഷ്ട്രങ്ങളൊക്കെ കമ്മ്യൂണിസം ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഇനി ഇപ്പം നിലവിലുള്ള ഈ രഥങ്ങൾ, ഈ ആശയങ്ങളുടെ കാഴ്ചപ്പാടുള്ള ഗവൺമെൻറ്റുകൾ ഇപ്പോൾ ഉള്ളതിൽ നിന്നും മറ്റൊരു രഥമായിട്ട് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് പകർന്നു പോവുകയില്ല. അത് ഇപ്പം നിലവിലുള്ളത് കൊണ്ട് അത് തീർന്നു പോകും. മറ്റൊരാശയത്തിലേക്ക്, ഈ ഒരു നിലവിലുള്ള ആശയത്തിൽ നിന്ന് മറ്റൊരാശയത്തിലേക്ക് പോകില്ല. പ്രത്യേകിച്ചും ജനാധിപത്യ രാഷ്ട്രമായ അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ പോലെ, ഇസ്രായേൽ പോലെ രാഷ്ട്രങ്ങൾ പെട്ടെന്ന് മറ്റൊരാശയത്തിലേക്ക്, കമ്മ്യൂണിസത്തിലേക്ക് പോകില്ല. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളൊന്നും ഒരിക്കലും പെട്ടെന്ന് ജനാധിപത്യ രാഷ്ട്രീയമല്ല. ഗവൺമെൻറ്റുകൾ രഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല. നിലവിലുള്ള രഥങ്ങൾ അങ്ങനെ തന്നെ തുടരും. മറ്റൊരു രഥം സൃഷ്ടിക്കപ്പെടുകയില്ല, മറ്റൊരു ഗവൺമെൻറ്റുകൾ പുനർനിർമ്മിക്കപ്പെടുകയില്ല. അതാണ് എൻ്റെ അർത്ഥം. മറ്റൊന്ന് അടിമകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ ആശയങ്ങളുടെ കീഴിലും ഓരോ മനുഷ്യരുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, രാജഭരണത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഭരണഘടനയോട് കൂടിയ ജനാധിപത്യപരമായ ചില തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഘടനാപരമായ സംവിധാനം, അതിൻ്റെ എല്ലാം കീഴിൽ നിൽക്കുന്നവരെന്നാണ് അതിനർത്ഥം. അന്നത്തെ കാലത്ത് അടിമകളായിട്ട് മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരിക്കലും അടിമത്തത്തെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ ആശയങ്ങളുടെ അടിമത്തം, അതാണ് ശരിയായ അർത്ഥം. ഏതൊരു ആശയങ്ങളും നമ്മൾ പേറുന്നുണ്ടെങ്കിൽ ആ ആശയങ്ങളുടെ ഒരു അടിമത്തമുണ്ട്. ആ ആശയങ്ങളുടെ കീഴിലാണ്. ഇപ്പം ജനാധിപത്യമാണ്, ജനാധിപത്യത്തിൻ്റെ കീഴിലാണ് നമ്മളുള്ളത്. രാജഭരണമാണ്, രാജഭരണത്തിൻ്റെ കീഴിലാണ് നമ്മളുള്ളത്. കമ്മ്യൂണിസമാണ്, കമ്മ്യൂണിസ്റ്റിൻ്റെ കീഴിലാണുള്ളത്. അങ്ങനെ ഓരോ രീതിയിലുള്ള ആശയങ്ങളുടെ കീഴിലുള്ള ആളുകളെ അടിമത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ ഈ അടിമത്തത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രരാകുകയും ആശയങ്ങളില്ലാതെയാവുകയും ചെയ്യും. മറ്റേ അടിമകളല്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നതാണ് ആധിപത്യമുള്ള മനുഷ്യർ. പ്രത്യേകിച്ചും നമുക്കറിയാം, ഒരു പ്രത്യേക കാലഘട്ടം എത്തുമ്പോൾ ഇന്നത്തെ ഭരണ സംവിധാനങ്ങളൊക്കെ മാറുകയും അത് വലിയ ഒരു ഏകലോക ഗവൺമെൻറ് പോലെയോ എതിർക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് വരുന്നത് പോലെയോ, അല്ലെങ്കിൽ വലിയൊരു ധനശക്തിയുള്ള ലോകത്തെ ഭരിക്കാൻ കഴിയുന്ന ഒരു ടീം ഉണ്ടാവുകയോ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള ആശയങ്ങളുള്ള ആളുകളും ആ പശ്ചാത്തലം വന്നാൽ അതും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് അതെല്ലാം ഇല്ലായ്മയാവുകയും മറ്റൊരു ആശയത്തെ മനുഷ്യൻ തേടും. പക്ഷേ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആശയമാണ് യഥാർത്ഥ ആശയം എന്ന് പറയാം. അത് പറഞ്ഞു വരുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങൾ, അതായത് മാർക്കറ്റുകൾ, അഥവാ വ്യവസായങ്ങൾ, അഥവാ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം ഇരിക്കുന്നത് ബാബിലോൺ സംസ്കാരത്തിലാണ്, അഥവാ സമ്പത്തിൻ്റെ ആധിപത്യമുള്ളവരിലാണ്, അഥവാ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അഥവാ ധനത്തെ കയ്യിൽ വെക്കുന്നവരാണ്. ഇതെല്ലാം ഒരു ബാബിലോൺ സംസ്കാരത്തിൻ്റെ കീഴിലാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ജനങ്ങൾ ബാബിലോണിനെ കുറിച്ച് വിലപിക്കുന്നു. അത് വെളിപാട് പുസ്തകം 18-ാം അധ്യായം 9-ാം തിരുവചനം, അവളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും
ഭോഗജീവിതം നയിക്കുകയും ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തിയിരിക്കുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമുറയിടുകയും ചെയ്യും. അപ്പോൾ ബാബിലോൺ സംസ്കാരത്തിലാണ് സമ്പത്തിരിക്കുന്നതാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ, ദൈവിക സംവിധാനത്തിൽ പണത്തിനോ സമ്പത്തിനോ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവിടെ ഏറ്റവും വലിയ ആശയം എല്ലാ രഥങ്ങളുടെയും മുകളിലുള്ള രഥം, എല്ലാ സ്വർണത്തിൻ്റെയും മുകളിലുള്ള സ്വർണം, എല്ലാ ആടുകളുടെയും കുതിരകളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മുകളിലുള്ള യഥാർത്ഥ സുഗന്ധം, യഥാർത്ഥ രഥം, യഥാർത്ഥ സത്യം, യഥാർത്ഥ നിത്യത, യഥാർത്ഥ നിത്യജീവൻ, യഥാർത്ഥ സത്യം, യഥാർത്ഥ സത്യസന്ധത, യഥാർത്ഥ സ്വർഗം, സ്വർഗീയ ജീവിതം, മരിച്ചാലും ഉയർത്തെഴുന്നേൽപ്പിച്ച് മനുഷ്യരെ അവിടെ കൊണ്ട് പ്രത്യേകം താമസിപ്പിക്കുന്ന പ്രത്യേക സ്ഥലം, അത് എന്ന് പറയുന്നത് ഒരേ ഒരു ആശയമേ ഉള്ളൂ, ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ഒരേ ഒരു ആശയമേ കാഴ്ചപ്പാടേ ഉള്ളൂ, ഒരേ ഒരു നിറമേ ഉള്ളൂ, ഒരേ ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ. അത് ഒറ്റയൊരു വ്യക്തിയാണ്, അതാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു എന്ന ആശയത്തിലേക്ക് ബാബിലോൺ സംസ്കാരത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു പശ്ചാത്തലം ഈ കാലഘട്ടങ്ങളിൽ പുനഃസ്ഥാപിക്കപ്പെടും ലോകത്ത്. ഇപ്പോൾ ലോകത്ത് യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ, ഇപ്പോൾ സഭ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥ സത്യദൈവത്തിൽ നിന്ന് മാറിയിട്ടുള്ള സഭ ആണിപ്പോൾ ഉണ്ടായിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി യേശുവിലേക്ക് വരുന്ന കാലഘട്ടം വരും. ബാബിലോൺ സംസ്കാരമുള്ളവരും കർത്താവായ യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന കാലഘട്ടം വരും. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവരും ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന കാലഘട്ടം വരും. ക്രിസ്തുവിനെ വേണ്ടാതിരുന്ന ഇസ്രായേൽക്കാരും ക്രിസ്തുവിനെ ആവശ്യമാണെന്ന് പറഞ്ഞു വരുന്ന കാലഘട്ടം വരും. വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെട്ടവർ, അക്രൈസ്തവർ, അവിശ്വാസികൾ, നിരീശ്വരവാദികൾ, അങ്ങനെ ലോകത്തെ ജീവിച്ചിരിക്കുന്ന എല്ലാ സംവിധാനവും, എല്ലാ ജനങ്ങളും, എല്ലാ കാഴ്ചപ്പാടുകളും, എല്ലാ ആശയങ്ങളും, അതെല്ലാം അവസാനമായി അന്തിമമായി തേടുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി, അത് യേശു ക്രിസ്തു എന്ന പരമസത്യത്തിലേക്ക് വരും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിന് മുന്നോടിയായിട്ട് വേറൊരു കാര്യം പറയുന്നത്, നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്ന് അകന്നുപോയി. അപ്പം ബാബിലോൺ സംസ്കാരത്തിൽ ഒരു വലിയ പ്രത്യേകത ഉണ്ട്. അതൊരു നിഗൂഢ രഹസ്യമാണത്. അത് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ അതിൻ്റെ ആശയം നമുക്ക് പിടികിട്ടില്ല. പ്രിയപ്പെട്ട, അതിൻ്റെ ആശയം ഇതാണ്. മനുഷ്യൻ, ഏതൊരു മനുഷ്യനും, അത് ബ്രഹ്മചാരി ആയിക്കോട്ടെ, ക്രിസ്തുവിശ്വാസി ആയിക്കോട്ടെ, മതപുരോഹിതനായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, മെത്രാനായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, നിരീശ്വരവാദി ആയിക്കോട്ടെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുമായിക്കോട്ടെ, ആ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന, സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് തിന്നാൻ ആഗ്രഹിക്കുന്നൊരു കനിയുണ്ട്, അതോ ഒരു പഴമുണ്ട്. ആ പഴമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പഴമായ കുടുംബജീവിതം. കുടുംബജീവിതത്തിൻ്റെ അതിൽ അന്തർലീനമായിരിക്കുന്ന ആ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴം, ആ സ്നേഹം നിർമ്മിച്ചതാരാണ്? യേശു ക്രിസ്തു, ദൈവമാണ്. ആ സ്നേഹം കനി പോലെ കഴിക്കുവാൻ, വിശുദ്ധിയോടെ കഴിക്കുവാൻ, കുടുംബജീവിതത്തിൽ കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ, ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന മനുഷ്യൻ, അത് ആ ജീവിതം മനുഷ്യനിൽ നിന്ന് അകന്നു പോകും. ആ വിശുദ്ധ ജീവിതം മനുഷ്യനിൽ നിന്ന് അകന്നു പോകും. ഞാനത് തിന്നുവാൻ ആഗ്രഹിച്ചു, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു, ദൈവത്തെ ആഗ്രഹിച്ചു, ദൈവത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ അത് കനിയായിരുന്നു. ആ കനി എനിക്ക് കിട്ടിയില്ല, നഷ്ടപ്പെട്ടു പോയി, അത് എന്നിൽ നിന്ന് അകന്നു പോയി. കർത്താവ് പറയാണ്, എന്താണ്? നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്ന് അകന്നുപോയി. അപ്പം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ ഒരു സന്തോഷകരമായ, രസകരമായ, ആനന്ദകരമായ, ദൈവത്തോടൊപ്പമുള്ള, ക്രിസ്തുവിനോടൊപ്പമുള്ള കുടുംബവും കുടുംബജീവിതം, അതിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാ സന്തോഷങ്ങളും ആവോളം നുകർന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ, അതായത് ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ കനി നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നും, എന്നാൽ മനുഷ്യൻ ഇതിൻ്റെ എതിർക്കനി, ഇതിൻ്റെ പൈശാചിക ശക്തി, ബാബിലോൺ സംസ്കാരം ഒരുക്കുന്ന ചില കനികളെ മനുഷ്യൻ ആഗ്രഹിക്കുമെന്നും അത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ കനി ഭക്ഷിച്ച് മനുഷ്യൻ എങ്ങോട്ട് പോകും? നിത്യജീവൻ നഷ്ടമാക്കി നിത്യപാതാളത്തിലേക്ക് പോകുമെന്നും കർത്താവ് അതിൻ്റെ അർത്ഥം ഈ രീതിയിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്, നിന്റെ ആത്മാവ് വെച്ച് കന്നിൽ നിന്ന് അകന്നുപോയി, ആഡംബരവും ശോഭയും എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു, അവയൊന്നും ഇനി ഒരിക്കലും നീ കാണുകയില്ല. അവൾ നിമിത്തം ധനികരായിത്തീർന്ന ഈ വ്യാപാരികൾ അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയത്താൽ അകലെ നിന്ന് കരയുകയും വിലപിക്കുകയും ചെയ്യും. മുതല വസ്ത്രവും ധൂമവസ്ത്രവും രക്താംബരവും ധരിച്ചതും സ്വർണവും രത്നങ്ങളും മുത്തും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ മഹാനഗരമേ, കഷ്ടം കഷ്ടം, എന്തെന്നാൽ 1 മണിക്കൂർ നേരം കൊണ്ട് നിന്റെ ധനം അത്രയും ശൂന്യമാക്കപ്പെട്ടു. അതായത് ഈ വ്യാപാരം നിൽക്കുന്ന കാലഘട്ടം വരുമ്പോൾ ഇത്രമാത്രം മോടിയും ആഡംബരവും സ്വർണവും രത്നങ്ങളും അലങ്കൃതവും ആഡംബരവും സുഖഭോഗജീവിതവും മുദ്ര വസ്ത്രങ്ങൾ ധരിച്ചതും മനുഷ്യ ശരീരം രത്നങ്ങളാലും അലങ്കൃതമാക്കി, സുഗന്ധദ്രവ്യത്താൽ അലങ്കൃതമാക്കി
ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സംവിധാനങ്ങൾ എല്ലാം 1 മണിക്കൂർ കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് മാറ്റം ചെയ്ത് ദൈവം അർത്ഥമാക്കുന്ന ആ സ്വർഗീയ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യരെ എത്തിക്കുവാൻ തക്കവിധം വലിയൊരു അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള കാലഘട്ടങ്ങളിലേക്ക് ലോകം നടന്നെടുക്കുന്നു എന്നാണ് ഇതിന് അർത്ഥമാക്കുന്നത്, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഇന്നത്തെ സൂപ്പർ മാർക്കറ്റുകൾ, അതായത് ഒരു മാർക്കറ്റിൽ തന്നെ ഇതിനകത്ത് എല്ലാ സംവിധാനങ്ങളും കിട്ടുന്ന മാർക്കറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ആ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ചില സ്ഥലങ്ങളിലാണ് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 10 സാധനം 10 കടകളിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ, ഇന്ന് എല്ലാ സാധനവും ഒറ്റ കടയിൽ നിന്ന് കിട്ടുന്ന, ഒറ്റ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന, സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന, ഷോപ്പിംഗ് മാളുകളിൽ നിന്ന് കിട്ടുന്ന സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാം എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ, എവിടെയെങ്കിലും ഒരു തകർച്ച വന്നാൽ, ഇതെല്ലാം മനുഷ്യനിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സാഹചര്യം വരുമെന്നും അതെല്ലാം മനുഷ്യൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുമെന്നും ഇതിനെ ഓർത്ത് മനുഷ്യൻ വിലപിക്കുമെന്നും കർത്താവ് എഴുതി വച്ചിരിക്കുകയാണ്. അതോടനുബന്ധിച്ചാണ് കഷ്ടം കർത്താവ് പറയാണ്, അവർ തങ്ങളുടെ തലയിൽ പൊടി വിതറുകയും കരഞ്ഞും വിലപിച്ചും കൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു, മഹാനഗരമേ കഷ്ടം, കടലിൽ കപ്പലുള്ളവരെല്ലാം നീ മൂലം സമ്പന്നരായി, പക്ഷേ 1 മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെട്ടു. അല്ലയോ സ്വർഗമേ, അല്ല വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, അവരുടെ നാശത്തിൽ ആഹ്ലാദിക്കും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സർവശക്തനായ യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയ സമ്പത്ത്. സ്വർണത്തേക്കാൾ, രത്നത്തേക്കാൾ, ധനത്തേക്കാൾ, സ്ഥാനമാനങ്ങളെക്കാൾ, ഭൂമിയിലെ ഏതൊരുവിധ സമ്പൽ സമൃദ്ധിയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വത്തിൻ്റെ നിറകുടവും, ജ്ഞാനത്തിൻ്റെ നിറകുടവും, വിശുദ്ധിയുടെ നിറകുടവും, നിത്യജീവൻ്റെ മകുടവുമായി ശോഭിക്കുന്ന ഒരേ ഒരു വ്യക്തിയും, ഒരേ ഒരു ജീവനും, ഒരേ ഒരു ആശയവും, ഒരേ ഒരു സത്യസന്ധതയും അത് യേശു ക്രിസ്തുവാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യവും ഇതിൻ്റെ വരും കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. അതിനാൽ പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ അടിയുറച്ച് നിൽക്കേണ്ട സാഹചര്യം, ഇതെല്ലാം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സമ്പത്തും, എല്ലാ സാഹചര്യവും നമുക്ക് നഷ്ടമായാലും ആ നഷ്ടത്തിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ആ നഷ്ടത്തെ ഓർത്ത് നമ്മൾ വിലപിക്കുകയല്ല വേണ്ടത്, ആ നഷ്ടത്തെ ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ മൂല്യമുള്ള സമ്പത്ത്, അതിനേക്കാൾ ശക്തമായ, ശ്രേഷ്ഠമായ, ഏറ്റവും പ്രീഷ്യസായ, ഏറ്റവും മഹത്വത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ മകുടമായ യേശു ക്രിസ്തു എന്ന ഏക സമ്പത്തിൽ അടിയുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം എടുത്ത് 11-ാം തിരുവചനം വായിക്കുകയാണ്. ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. കച്ചവട സാധനങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുക്കൾ മുതല വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കതൊന്നും ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകില്ല. വായിച്ചാൽ അങ്ങ് വായിച്ചു പോയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രഥമ ദൃഷ്ടിയ ചിന്തിക്കും സ്വർണവും വെള്ളിയും രക്തം. പക്ഷെ അതിനകത്ത് ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായ നിഗൂഢാർത്ഥങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റേതായ ആ സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ, കാലഘട്ടങ്ങൾ അനുസരിച്ചുള്ള അർത്ഥത്തെ ദൈവം ഓരോ വചനത്തിലും നിക്ഷിപ്തമാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഗ്രഹിച്ചാൽ നമുക്ക് എന്ത് ഗുണമുണ്ട്? ഇതിനേക്കാൾ ശ്രേഷ്ഠമായതിനെ അന്വേഷിക്കാൻ നമ്മുടെ ആത്മാവ് അന്വേഷിക്കും. ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്താണ്? എൻ്റെ ജോലി നഷ്ടമായി, എൻ്റെ സമ്പത്ത് നഷ്ടമായി, എൻ്റെ ഭവനം പണിയാൻ പറ്റിയിട്ടില്ല, എനിക്കൊരു വാഹനം മേടിച്ചു, 1 കോടി രൂപയുടെ വലിയ കാറ് മേടിച്ചു, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ദുഃഖവും തോന്നുന്നില്ല. കാരണം അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായ യേശു ക്രിസ്തു എന്ന പരമസത്യത്തെ, മരിച്ചാലും പുതിയ ജീവൻ തന്നുകൊണ്ട് നിത്യജീവൻ തരാമെന്ന് വാഗ്ദാനം ചെയ്യും, അത് കാണിച്ച് ലോകത്തിന് കൊടുക്കുകയും ചെയ്ത ഒരേ ഒരു ദൈവം യേശു ക്രിസ്തുവാണെന്നും ആ യേശു ക്രിസ്തുവാണ് എൻ്റെ ജീവനേക്കാൾ വലിയുള്ളതെന്നും, എൻ്റെ ജീവനും ജീവിതവും ശരീരവും എനിക്ക് നഷ്ടപ്പെട്ടാലും എനിക്കൊന്നും ഭയപ്പെടാനില്ല. കാരണം അത് വീണ്ടും തരുവാൻ, എൻ്റെ ജീവനെ, ജീവിതത്തെ, എൻ്റെ ശരീരത്തെ വീണ്ടും തരുവാൻ കെൽപ്പുള്ള, കഴിവുള്ള, വാഗ്ദാനം ചെയ്ത, അത് കാണിച്ചു തന്ന ഒരേ ഒരു സത്യദൈവമായി യേശു ക്രിസ്തുവാണ് എൻ്റെ പരമമൂല്യമെന്നും പരമശക്തിയെന്നും ഗ്രഹിക്കുവാൻ കഴിയുമ്പോൾ ഈ ഭൂമിയിലെ ഈ പറഞ്ഞ ഈ സമ്പത്ത് എല്ലാം ബാബിലോൺ സംസ്കാരത്തിൻ്റെയോ ബാബിലോൺ തിയറിയുടെയോ അല്ലെങ്കിൽ സമ്പത്തുള്ളവരുടെയോ എല്ലാം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നാലും ഉപേക്ഷിച്ചാലും നഷ്ടമായാലും നമുക്കൊന്നും ഭയപ്പെടാനില്ല. കാരണം യേശു ക്രിസ്തു നമുക്കുണ്ടെങ്കിൽ, നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാം. കാരണം എല്ലാം നഷ്ടപ്പെട്ടാലും അവസാനം ഒരു മനുഷ്യൻ്റെ ഏറ്റവും മൂല്യമുള്ളതാണല്ലോ അവൻ്റെ ജീവനും ജീവിതവും ശരീരവും. അതും നഷ്ടപ്പെട്ടാലും, അത് നമ്മൾ മരിച്ചു പോയാലും മറ്റൊരു ശരീരത്തെ തന്നുകൊണ്ട്, അത് ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു ശരീരത്തെ, ഒരു പുതു ശരീരത്തെ, സ്വർഗത്തെ, സ്വർഗീയ ജീവിതത്തെ, നിത്യതയുടെ തീരത്തെ നമുക്ക് തരാൻ കഴിവുള്ള സ്വർഗമായ യേശു ക്രിസ്തു കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ഇതെല്ലാത്തിനെയും നമ്മൾ മാറ്റിവെക്കുകയും ഇതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കുകയും ഇതിൻ്റെ എല്ലാ ഘടകങ്ങളെയും നമ്മൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ മുറുകെ പിടിക്കാൻ സാധിച്ചാൽ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
തിരുശരീരവും തിരുത്വവും ഭക്ഷിക്കുകയും പാനം ചെയ്യിച്ചെന്ന് നമ്മൾ നിത്യജീവന് യോഗ്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഇതിനെയെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അതിനേക്കാൾ മൂല്യമുള്ളതായ യേശു ക്രിസ്തു നമ്മൾ സ്വന്തമാക്കുകയും വേണം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം വായിച്ചു പോകാനുള്ളതല്ല. അതിൻ്റെ എല്ലാം അന്തർലീനമായിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടാലും യേശുവിനെ സ്വന്തമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ടെന്ന് കർത്താവ് തെളിയിക്കുവാനാണ് ഇത്തരം വചനങ്ങൾ, നിഗൂഢ രഹസ്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഇത്തരം വചനങ്ങൾ ഈ രീതിയിൽ പറഞ്ഞ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്നാൽ നമുക്കിതിൻ്റെ ആഴങ്ങളും പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും ഉപയോഗവും അത് ഉപയോഗത്തിൻ്റെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഉപയോഗമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നാലും നമുക്ക് നമ്മളെ ഒന്ന് കർത്താവിൽ ദൃഢീകരിക്കുവാൻ, കർത്താവിൽ ശക്തീകരിക്കുവാൻ, കർത്താവിൽ ആഴപ്പെടുവാൻ, യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനായി നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ യേശു അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ആമേൻ.